ഈ കോൺഗ്രസ് റിബലായി മത്സരിച്ച ഇത്തരത്തിൽ മായ രാഹുൽ കൂടി ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇത്. മായയെ സംബന്ധിച്ച് എന്താണ് പ്രതികരണം? അല്ല, പ്രതികരണമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളതെല്ലാം പാർലമെന്ററി പാർട്ടി നേതാവ് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറമായിട്ട് യാതൊന്നും പ്രതികരിക്കാനില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊരു എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പ്രതികരണം അവിടെ വ്യക്തമാക്കിയല്ലോ. അതിനപ്പുറം യാതൊന്നുമില്ല. അനിശ്ചിതത്വം ഒന്നും ഉണ്ടാവില്ല. ഭരണം മുന്നോട്ട് പോയല്ലേ പറ്റൂ. രാഹുൽ ചെയർപേഴ്സൺ ആകുമെന്നാണ് കേൾക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണയോടെ ശരിയാണോ? ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്തു പ്രത്യേകത ഉണ്ടല്ലോ, അത് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രതികരണം മുഴുവനും കേട്ടുവല്ലോ നിങ്ങൾ. അതിനപ്പുറം എനിക്ക് യാതൊന്നും പറയാനില്ല. ഏതാണെങ്കിലും ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർപേഴ്സണെതിരെ വൈസ് ചെയർപേഴ്സണെതിരെ ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായി എന്നുള്ളത് പാലാ നഗരസഭ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മാത്രമല്ല, ഈ നഗരസഭാ ഭരണം തുടങ്ങിയത് മുഴുവൻ UDF-നുള്ളിൽ വലിയ പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു ഭരണം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സനീഷത്തിൽ എടുത്ത് ഏറ്റവും പറയേണ്ടത്, ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമായത് ഈ ബിജു മാത്യൂസിനെതിരായ ഇതിപ്പോ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ സാധ്യതകൾ? അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വരും എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നു. പക്ഷെ അതെങ്ങനെ സാധ്യമാവും? LDF-ന്റെ അവിശ്വാസ പ്രമേയമുണ്ട്. അവരുടെ 12 അംഗങ്ങളുണ്ട്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള നഗരസഭാ അധ്യക്ഷനായിട്ട് കോൺഗ്രസ് നേതാവ് കൗൺസിലർ വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാക്കുക എന്നതിനപ്പുറം അവർക്കൊരു പദ്ധതി ഉണ്ടോ? സനീഷ, അതിൽ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച ആളാണ് മായ രാഹുൽ. കോൺഗ്രസുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയില്ല. റിബലായി മത്സരിച്ച് ജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ റിബലായി മത്സരിച്ച് ആളെ മുന്നോട്ട് വെച്ച് ഒരു ഭരണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പാലയെ സംബന്ധിച്ച് അതൊരു നിർണായകമായ മാറ്റമാണ്. കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരുന്ന വികാരം, ആ വികാരമാണ് പാലായിൽ ഇത്രത്തോളം വലിയ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന. ഒരു തരത്തിലും ഇനി സ്വതന്ത്ര മുന്നണിയുമായി യോജിച്ച് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ്. ഈ ഭരണം അവസാനിപ്പിക്കണം, അതിന് എന്ത് വില കൊടുത്തും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പറഞ്ഞ കാര്യങ്ങളടക്കം ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇവരെത്തിയത്. അതിൽ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു, അദ്ദേഹം വാഗമണ്ണിൽ യാത്രയിലായിരുന്നു, തിരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞതെന്ന് പറയുന്നത്. അതൊരു സാങ്കേതികമായ പ്രതികരണമാണ്. പക്ഷേ അത് അങ്ങനെ കോൺഗ്രസിന് ഇവിടെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. കാരണം ജില്ലാ നേതൃത്വത്തെ അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നത്. നമുക്ക് അവിടെ കാണാം, ചെയർപേഴ്സന്റെ ആ ഇരിപ്പിടം കാണാം. നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ഇരുന്ന ഇരിപ്പിടമാണ്. ആ ഇരിപ്പിടം ഈ ദിവസം കൊണ്ട് അത് അവസാനിക്കുന്നു. വലിയ പ്രഖ്യാപനത്തോടുകൂടി രാജ്യത്താകം ശ്രദ്ധ നേടിക്കൊണ്ട് വന്ന ഒരു ഭരണസമിതിയാണ്. പക്ഷേ വളരെ വേഗത്തിൽ അത് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂടിയാലോചനകളില്ലാതെ, മാത്രമല്ല കുടുംബപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് UDF-ന്റെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും സ്വതന്ത്ര കൂട്ടായ്മയ്ക്കായി എതിരെ ഉയർന്നു വന്നത്. തീരുമാനങ്ങളെല്ലാം വീട്ടിലുള്ള ആളുകൾ ചേർന്നെടുക്കുന്നുവെന്ന് കോൺഗ്രസ് കൗൺസിലറുകൾ നിരന്തരം UDF യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അപ്പോഴും അത് പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നില്ല. പിന്നീട് മാണി സി കാപ്പന് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളാകെ പരിഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ വട്ടം വെടിനിർത്തലുണ്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. അതിനുശേഷമാണ് വീണ്ടും ഡിവൈഎഫ്ഐക്ക് കൊട്ടാരമറ്റം സ്റ്റാൻഡ് സമ്മേളനത്തിനായി വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രണ്ട് വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് ഇപ്പോൾ ഈ ഭരണം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാകുമെന്ന് പറയുന്നു, LDF-നോട് ചോദിക്കുമ്പോൾ ക്രിയാത്മകമായ ഒരു ഭരണം ഉണ്ടാകുമെന്ന് പറയുന്നു. അതായത് പാലായിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാവില്ല എന്ന് പ്രധാനപ്പെട്ട ഇരു വിഭാഗങ്ങളും പറയുന്നു. അതോടൊപ്പം രാഹുൽ, കോൺഗ്രസിന്റെ റിബലായി വിജയിച്ച രാഹുൽ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ചെയർപേഴ്സണെതിരെ വൈസ് ചെയർപേഴ്സൺ വോട്ട് ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഉൾപ്പെടെ ഇതിൽ ഇപ്പോൾ ഭരണമുണ്ടാകും, അനിശ്ചിതത്വം ഉണ്ടാവില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി. ഏതാണെങ്കിലും അതാണോ ഒരു സമവാക്യം? മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. പാലായിലെ ദിയ പുളിക്കക്കണ്ടം പുറത്തേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന പേരുണ്ടായിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭ എന്ന രാഷ്ട്രീയ പ്രാധാന്യമേറിയ സ്ഥലത്തെ അത്രയും സുപ്രധാനമായ പദവിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലായിൽ LDF കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. UDF-ന്റെ 4 അംഗങ്ങൾ കൂടെ വോട്ട് ചെയ്തതോടെയാണ് ഈ നഗരസഭയിലെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നത്. അതോടെ ഈ അവിടെ ഉണ്ടായിരുന്ന നഗരസഭ ഭരണാധ്യക്ഷ
ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ദിയ ബിനു പുളിക്കക്കണ്ടം. ആ ദിയയും ബിനു പുളിക്കക്കണ്ടവും അച്ഛനും മകളും അടക്കമുള്ള ആളുകൾ ഒരു കുടുംബ സംവിധാനമാക്കിയിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നു. കൂടിയാലോചനകളില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെന്ന അതിശക്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ചേർന്ന് കുറേ കാലത്തെ ഒരു രാഷ്ട്രീയ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്.